കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണൽ ഹൈജീനെ കുറിച്ചായിരുന്നല്ലോ പഠിച്ചിരുന്നത്. പേഴ്സണൽ ഹൈജീൻ ആൻഡ് പേഴ്സണൽ ഗ്രൂമിംഗ്. അതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമുക്ക് ഹെൽത്തിനെ കുറിച്ച് പഠിക്കാം. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഡിസീസ്. ആദ്യമായി ഹെൽത്ത് അഥവാ ആരോഗ്യം എന്താണെന്ന് നോക്കാം. ആരോഗ്യത്തിന്റെ നിർവചനം മുൻ ക്ലാസ്സുകളിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. So what is health? According to WHO, health is a state of complete physical, mental, social well-being and not merely the absence of disease or infirmity. രോഗങ്ങളില്ലാത്ത അവസ്ഥയെയാണ് സാമാന്യേന ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചനപ്രകാരം രോഗവൈകല്യ രാഹിത്യമുള്ള അവസ്ഥ മാത്രമല്ല, സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതി കൂടിയാണ് ആരോഗ്യം. ഈ നിർവചനമാണ് ഇന്ന് പൊതുവെ സ്വീകാര്യമായിട്ടുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഡിറ്റർമിനൻറ്റ്സ് ദാറ്റ് എഫക്ട് ഹെൽത്ത്. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് ഈസ് മൾട്ടി ഫാക്ടോറിയൽ. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് ഒരുപാട് ഘടകങ്ങളാണ്. The factors which influence health lie both within the individual and externally in the society in which he or she lives. ഒരു വ്യക്തിയിലും കൂടാതെ അയാൾ താമസിക്കുന്ന സമൂഹത്തിലും നിലനിൽക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ബയോളജിക്കൽ ഡിറ്റർമിനൻറ്റ്സ്. The physical and mental characteristics of every human being are to some extent determined by his or her genes. ഓരോ മനുഷ്യന്റെയും ശാരീരികമോ മാനസികമോ ആയ സ്വഭാവ ഗുണങ്ങൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീനുകൾ നിർണ്ണയിക്കുന്നു. The genetic makeup cannot be altered after conception. ഒരു കുഞ്ഞിന്റെ ജീവൻ രൂപപ്പെടുന്നതിലൂടെ പിന്നെ ജനിതക മാറ്റം സാധ്യമല്ല. As a result of this, a number of diseases are known to be of genetic origin. അതുകൊണ്ടാണ് ജനിതക വ്യതിയാനത്തിലൂടെ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ, ക്രോമസോമൽ അനോമലീസ്. ക്രോമസോമൽ അനോമലിക്ക് ഒരു ഉദാഹരണമാണ് ഡൗൺ സിൻഡ്രം. വൈകിയ ശാരീരിക വളർച്ച, മുഖത്തെ അസ്വാഭാവിക സവിശേഷതകൾ, ബുദ്ധിപരമായ വൈകല്യം എന്നിവയോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. അതുപോലെ മെന്റൽ റിട്ടാർഡേഷൻ, മാനസിക വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ മുതലായവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. രണ്ടാമതായി ബിഹേവിയറൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻസ്. പെരുമാറ്റവും സാമൂഹിക സാംസ്കാരിക അവസ്ഥകളും. The lifestyle or the way the people live reflects the whole range of social values, attitude and activities. Health requires the promotion of healthy lifestyle. ജീവിതശൈലി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിത രീതി ആ വ്യക്തിയുടെ സാമൂഹിക മൂല്യങ്ങളെയും മനോഭാവത്തെയും പ്രവർത്തനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. അടുത്തത് എൻവയോൺമെന്റ്. ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ദോസ് ലിവിംഗ് ഇൻ ഇറ്റ്. പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട്. ഒരു പരിസ്ഥിതി അവിടെ ജീവിക്കുന്നവരുടെ ശാരീരികവും സാമൂഹികവും മാനസികവുമായ ക്ഷേമത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്. സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥ. Health status of the people determined primarily by their level of socio-economic development, economic status, education, occupation, political system, etc. ഒരു വ്യക്തിയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥയും അവരുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതായത് അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ്, അവരുടെ വിദ്യാഭ്യാസം, ജോലി, പൊളിറ്റിക്കൽ സിസ്റ്റം മുതലായവ. അടുത്തതായി ഹെൽത്ത് സർവീസസ്. The purpose of health services is to improve the health status of population. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ആരോഗ്യ സേവനങ്ങളുടെ ലക്ഷ്യം. ഇമ്മ്യൂണൈസേഷൻ, പ്രൊവിഷൻ ഓഫ് സേഫ് വാട്ടർ സപ്ലൈ എക്സെട്ര, രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, ശുദ്ധമായ വെള്ളത്തിന്റെ ലഭ്യത മുതലായവ. ഏജിംഗ് ഓഫ് പോപ്പുലേഷൻ. എ മേജർ കൺസേൺ ഓഫ് റാപ്പിഡ് പോപ്പുലേഷൻ ഏജിംഗ് ഈസ് ദ ഇൻക്രീസ്ഡ് പ്രിവേലൻസ് ഓഫ് ക്രോണിക് ഡിസീസസ് ആൻഡ് ഡിസബിലിറ്റീസ് വിച്ച് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ. പ്രായാധിക്യത്തിലുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ അഥവാ വൈകല്യങ്ങൾ മുതലായവയും ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നു. ജെൻഡർ, മോർ ഇമ്പോർട്ടൻസ് ടു വുമൺസ് ഹെൽത്ത് ഇഷ്യൂസ്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത. ന്യൂട്രീഷൻ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എക്സെട്ര. പോഷകാഹാരം കൂടാതെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ ആരോഗ്യ പരിരക്ഷ മുതലായവ. അതർ ഫാക്ടേഴ്സ്, ഫുഡ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ എക്സെട്ര. ഭക്ഷണം,
കൃഷി, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം മുതലായവയാണ് മറ്റുള്ള ഘടകങ്ങൾ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആരോഗ്യത്തെക്കുറിച്ചാണ്. എന്താണ് ആരോഗ്യം, ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നും നമ്മൾ ചർച്ച ചെയ്തു. നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് ഡിസീസ്. രോഗത്തിന്റെ ആശയം എന്താണെന്ന് നോക്കാം. വെബ്സ്റ്റർ ഡിഫൈൻസ് ഡിസീസ് ആസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി ഹെൽത്ത് ഈസ് ഇംപെയർഡ്, എ ഡിപ്പാർച്ചർ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, an alteration of human body interrupting the performance of vital functions. വെബ്സ്റ്റർ രോഗാവസ്ഥയെ നിർവചിച്ചത് ഇങ്ങനെയാണ്: ശാരീരിക ആരോഗ്യം തകരാറിലാവുന്ന ഒരവസ്ഥ, ആരോഗ്യസ്ഥിതിയിൽ നിന്നുള്ള ഒരു മാറ്റം, സുപ്രധാന പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെ തടസ്സപ്പെടുത്തുന്ന മനുഷ്യ ശരീരത്തിന്റെ മാറ്റം എന്നിങ്ങനെയൊക്കെ രോഗാവസ്ഥയെ നമുക്ക് നിർവചിക്കാം. ഡിസീസ് ഇസ് എ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ ഡിസ്ഫങ്ഷൻ. ശാരീരികമോ മാനസികമോ ആയ ഒരു വൈകല്യമാണ് രോഗാവസ്ഥ. നെക്സ്റ്റ്, വി ക്യാൻ സീ ദ എപ്പിഡമിയോളജി ഓഫ് ഡിസീസ്. ഒരു രോഗത്തിന്റെ എപ്പിഡമിയോളജി എന്താണെന്ന് നോക്കാം. ആദ്യമായി എപ്പിഡമിയോളജി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പാറ്റേൺസ് ആൻഡ് ഡിറ്റർമിനന്റ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് കണ്ടീഷൻ ഇൻ ഡിഫൈൻഡ് പോപ്പുലേഷൻ. ഒരു പ്രത്യേക പോപ്പുലേഷന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, രോഗാവസ്ഥ മുതലായവ നിർണ്ണയിക്കലും അവയുടെ പഠനവും വിശകലനവുമാണ് എപ്പിഡമിയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Epidemiology of disease. The scientists have developed epidemiological triad for understanding infectious diseases and how they spread. The triangle has three concerns: the agent, host and environment. പകർച്ചവ്യാധികളെക്കുറിച്ചും അവ എങ്ങനെ പടരുന്നുവെന്നും മനസ്സിലാക്കുന്നതിനായി ശാസ്ത്രജ്ഞർ എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ് ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് മുതലായവ. ഇനി ഓരോന്നായി നമുക്ക് നോക്കാം. Agents. Biological agents, nutrient agents, physical agents and chemical agents. Biological agents may be virus, bacteria, protozoa or fungus. ഒരു അസുഖമുണ്ടാക്കുന്ന രോഗാണുക്കൾ, അവ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ് മുതലായവയാവാം. ന്യൂട്രിയന്റ് ഏജന്റ്: പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വാട്ടർ, മിനറൽസ് ആൻഡ് വൈറ്റമിൻ എക്സസ് ഓർ ഡെഫിഷ്യൻസി. നാം കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വാട്ടർ, മിനറൽസ്, വൈറ്റമിൻസ് എന്നിവയുടെ കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ അവയുടെ അഭാവം മൂലമോ ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഫിസിക്കൽ ഏജന്റ്: ഹീറ്റ്, കോൾഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് റേഡിയേഷൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള ചൂട്, തണുപ്പ്, ഈർപ്പം, റേഡിയേഷൻ മുതലായവ. Chemical agents: urea, bilirubin, ketones, uric acid or any allergens and dust. നമ്മുടെ ശരീരത്തിലുള്ള യൂറിയ, ബിലിറൂബിൻ, കീറ്റോൺസ്, യൂറിക് ആസിഡ് എന്നിവയുടെ വ്യതിയാനം മൂലമോ പുറമേയുള്ള അലർജൻസ് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ മുതലായവ മൂലമോ അസുഖങ്ങൾ ഉണ്ടാവാം. അടുത്തായിട്ട് ഹോസ്റ്റ്. The host is an organism or human or animal that harbors a disease. രോഗത്തെ സംരക്ഷിക്കുന്ന ഒരു ഓർഗാനിസമോ അഥവാ മനുഷ്യനോ മൃഗങ്ങളോ ആണ് ഹോസ്റ്റ്. Host factors include age, sex, blood group, immunology, economy, education, exercise, bad habits like smoking, etc. ഈ ഹോസ്റ്റ് ഫാക്ടേഴ്സ് സാധാരണയായി വയസ്സ്, സ്ത്രീയോ പുരുഷനോ എന്നുള്ളത്, ബ്ലഡ് ഗ്രൂപ്പ്, അവരുടെ രോഗപ്രതിരോധ ശേഷി, ഇക്കണോമിക്കൽ സ്റ്റാറ്റസ്, അതുപോലെ വിദ്യാഭ്യാസം, വ്യായാമം, ചീത്ത സ്വഭാവങ്ങളായ സ്മോക്കിംഗ് മുതലായവ. Next, environment. The environment or those external factors that cause or allow disease transmission is the favorable surroundings and conditions. പരിസ്ഥിതിയിലുള്ള അനുകൂലമായ ചുറ്റുപാടുകളും അവസ്ഥകളും ഒരു രോഗം പടരാൻ അനുവദിക്കുന്നു. The factors include condition of air, water, soil, climate, presence of microorganisms and habits, beliefs, customs and attitude. നമ്മുടെ പരിസ്ഥിതിയിലുള്ള മണ്ണിന്റെ, വായുവിന്റെ, വെള്ളത്തിന്റെ, അതുപോലെ കാലാവസ്ഥയുടെ അവസ്ഥ, പരിസ്ഥിതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ ആ പരിസ്ഥിതിയിൽ കാണുന്ന ശീലങ്ങൾ, വിശ്വാസങ്ങൾ, പരമ്പരാഗതമായ രീതികൾ, ഒരാളുടെ മനോഭാവം എന്നിവയെല്ലാം അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. Disease process starts when there is an interaction between agent, host and environment. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മൂന്ന് ഘടകങ്ങളും പലയിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഒരു അസുഖം ഉണ്ടാകുന്നില്ല.
മറിച്ച് ഇവയുടെ ഒരു ഇന്ററാക്ഷൻ മുഖേനയാണ് ഒരു രോഗപ്രക്രിയ ആരംഭിക്കുന്നത്. ഇവിടെ ഒരു രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കണ്ടു. അടുത്തതായി ഇൻഫെക്ഷൻ പ്രോസസ് സൈക്കിൾ ഓർ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. എന്താണ് ഇൻഫെക്ഷൻ പ്രോസസ് സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. Certain conditions must be met in order for a microbe or infectious disease to be spread from person to person. ഒരു ഇൻഫെക്ഷൻ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നതിന് ചില കണ്ടീഷൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ദിസ് പ്രോസസ് കോൾഡ് ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. ഇതിനെ നമ്മൾ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. By breaking this chain at any of the links, the spread of infection is stopped. ഈ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ ഒരു അണുബാധ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നത് തടയുവാൻ നമുക്ക് സാധിക്കുന്നു. ഇനി ഒരു ഇൻഫെക്ഷൻ പ്രോസസ് സൈക്കിളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇൻഫെക്ഷ്യസ് ഏജന്റ്, എ ഹാർംഫുൾ ജേം ദാറ്റ് കോസസ് ആൻ ഇൻഫെക്ഷൻ ഓർ എ പാത്തോജൻ. ഇറ്റ് മേ ബി എ ബാക്ടീരിയ, എ വൈറസ്, ഫംഗസ് ഓർ എ പാരസൈറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് അല്ലെ, രോഗം ഉണ്ടാക്കുന്ന ഒരു രോഗാണോ അത് ബാക്ടീരിയയോ വൈറസോ ഫംഗസോ അല്ലെങ്കിൽ പാരസൈറ്റോ ആവാം. രണ്ടാമതായി റിസർവോയർ, പ്ലേസ് വേർ ഹാർംഫുൾ ജേംസ് ലിവ്, ഗ്രോ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പേഴ്സ്, എ ഹോം ഫോർ ജേംസ്. ഇറ്റ് മേ ബി വാം, ഡാർക്ക് ഓർ മോയിസ്റ്റ്. അതായത് അണുക്കൾക്ക് വളരുന്നതിനും താമസിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും ഉതകുന്നതുമായ ചൂടുള്ളതോ ഇരുണ്ടതോ നനഞ്ഞതോ ആയ സ്ഥലമാണ് റിസർവോയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പേഴ്സൺ, ആൻ ആനിമൽ, വാട്ടർ ഓർ അതർ പ്ലേസസ്. ഇത് ഒരു മനുഷ്യന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ ആവാം. അടുത്തതായി പോർട്ടൽ ഓഫ് എക്സിറ്റ്, എ റൂട്ട് ദാറ്റ് ഹാർംഫുൾ ജേംസ് എസ്കേപ്പ് ഫ്രം റിസർവോയർ. അതായത് മൈക്രോ ഓർഗാനിസംസ് അഥവാ അണുക്കൾ റിസർവോയറിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴിയാണ് പോർട്ടൽ ഓഫ് എക്സിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് മെയിൻലി ത്രൂ ദ നോസ് ആൻഡ് മൗത്ത്. ഹാർംഫുൾ ജേംസ് ലീവ് ഇൻ മ്യൂക്കസ്, ഡ്രോപ്ലെറ്റ്സ് ആൻഡ് സലൈവ. അണുക്കൾ മൂക്കിൽ നിന്നും അതുപോലെ വായിൽ നിന്നുമുള്ള ഡ്രോപ്ലെറ്റ്സിലൂടെയും ഉമിനീരിലൂടെയും പുറത്തു വരുന്നു. ത്രൂ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്, ജേംസ് ലീവ് ഇൻ സ്റ്റൂൾ ഓർ വോമിറ്റ്. ദഹന വ്യവസ്ഥയിലൂടെ മൈക്രോ ഓർഗാനിസംസ് പുറത്തു വരുന്നു, അതായത് മലത്തിലൂടെയും ഛർദിയിലൂടെയും പുറത്തു വരുന്നു. ത്രൂ സ്കിൻ, ഹാർംഫുൾ ജേംസ് ലീവ് ത്രൂ ഡയറക്റ്റ് കോൺടാക്ട് ഓർ ഇൻ ബ്ലഡ്, പസ് ഓർ അതർ ലിക്വിഡ്സ് ദാറ്റ് കം ഫ്രം ഇൻസൈഡ് ഓഫ് ദ ബോഡി. ചർമ്മത്തിലൂടെ പുറത്തു വരുന്നു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ രക്തത്തിലൂടെയോ പഴുപ്പിലൂടെയോ മറ്റ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ അണുക്കൾ പുറത്തേക്ക് വരുന്നു. അടുത്തതായി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഹൗ ഹാർംഫുൾ ജേംസ് ട്രാവൽ ഓർ ഗെറ്റ് അറൌണ്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഇനി പുറത്തേക്ക് വന്ന അണുക്കൾ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സ്ഥലത്തു നിന്നോ മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ സഞ്ചരിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് നോക്കാം. ദിസ് ഇസ് മെയിൻലി ത്രൂ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓർ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. നേരിട്ടുള്ള രീതിയിലോ നേരിട്ടല്ലാതെയുള്ള മറ്റുള്ള രീതികളിലൂടെയോ ആണ് അണുക്കൾ സഞ്ചരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. In direct contact, the pathogen is passed from one person to another through close physical contact such as touching, kissing or breathing infected air, blood, sputum, pus or wound fluid, saliva or stool. നേരിട്ടുള്ള സമ്പർക്കത്തിൽ ഒരു പാത്തോജൻ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വളരെ അടുത്ത് ഇടപെടുന്നതിലൂടെ പടരുന്നു. സ്പർശനത്തിലൂടെ, കിസ്സിംഗ്, അണുക്കൾ നിറഞ്ഞ വായു ശ്വസിക്കുന്നതിലൂടെ, കൂടാതെ രക്തം, കഫം, പഴുപ്പ്, മുറിവിലെ സ്രവങ്ങൾ, ഉമിനീര്, മലം എന്നിവയിലൂടെയും പടരുന്നു. എക്സാമ്പിൾ, നീഡിൽ സ്റ്റിക്ക് വിത്ത് ബ്ലഡ് ഓൺ ദ നീഡിൽ, കോൺടാക്ട് വിത്ത് സ്കിൻ ദാറ്റ് ഹാസ് എ റാഷ്, കട്ട്സ് ഓർ സ്ക്രാച്ചസ്, സ്പ്ലാഷ് ഓർ സ്പ്രേ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ഐസ്, നോസ് ആൻഡ് മൗത്ത്. ശരിയായി ശുചിയാക്കാത്ത ഉപയോഗിച്ച നീഡിൽ വഴി ചർമ്മത്തിലുണ്ടാവുന്ന മുറിവുകൾ, ചർമ്മരോഗങ്ങൾ, കൂടാതെ ശരീരസ്രവങ്ങൾ ശക്തിയായി തെറിച്ച് കണ്ണിലോ മൂക്കിലോ വായിലോ എത്തുന്നതിലൂടെയാണ് ഇവ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നത്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. നേരിട്ടല്ലാതെ മറ്റുള്ള മാർഗങ്ങളിലൂടെ അണുക്കൾ പടരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The pathogens are spread by way of contaminated surface or object. Usually, the situation occurs when an infected person touches something and then someone else touches that same object. മലിനമായ ഉപരിതലത്തിലൂടെയോ വസ്തുക്കളിലൂടെയോ രോഗകാരികൾ പടരുന്നു. സാധാരണഗതിയിൽ രോഗബാധിതനായ ഒരാൾ ഏതെങ്കിലും
വസ്തുക്കൾ സ്പർശിക്കുകയോ മറ്റൊരാൾ അതേ വസ്തുക്കൾ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നു. എക്സാമ്പിൾ: ഡേർട്ടി നീഡിൽസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, യൂസ്ഡ് ബാൻഡേജസ്, ഹാൻഡ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഓർ നഴ്സ് എയ്ഡ്സ് ഹു ഡിഡ് നോട്ട് പ്രാക്ടീസ് ഗുഡ് ഹാൻഡ് വാഷിംഗ്. വൃത്തിയില്ലാത്ത സൂചികളും ഉപകരണങ്ങളും വഴി ഉപയോഗിച്ച ബാൻഡേജ് കുടുംബാംഗങ്ങളുടെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയോ ശുചിയാക്കാത്ത കൈകൾ വഴിയും രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നു. അടുത്തതായി പോർട്ടൽ ഓഫ് എൻട്രി. Germs can usually get in the same way they got out. So the main portals of entry are the same as the portals of exit. രോഗാണുക്കൾ സാധാരണയായി പുറത്തേക്ക് വരുന്ന അതേ വഴിയിലൂടെ ശരീരത്തിനുള്ളിലേക്കും പ്രവേശിക്കുന്നു. Any breaks in the skin such as open sore, cut, needle stick and cracked skin. ചർമ്മത്തിലുള്ള തുറന്ന ഉണങ്ങാത്ത മുറിവുകൾ, മറ്റ് മുറിവുകൾ, പൊട്ടിയ ചർമ്മത്തിലൂടെ എല്ലാം തന്നെ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. In the case of person-to-person or animal-to-person transmission, portal of entry include the respiratory tract, digestive tract, genitourinary tract, the eye and breaks in the skin. അതുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ ആണ് രോഗം പടരുന്നതെങ്കിൽ അത് സാധാരണയായി ശ്വസന വ്യവസ്ഥയിലൂടെയും ദഹന വ്യവസ്ഥയിലൂടെയും ജനനേന്ദ്രിയത്തിലൂടെയും മൂത്രാശയത്തിലൂടെയും കണ്ണ്, ചർമ്മം എന്നിവയിലൂടെയുമെല്ലാം രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. Examples: nose and mouth. The person breathes in harmful germs. മൂക്കിലൂടെയും വായിലൂടെയും ഒരാൾ ശ്വസിക്കുമ്പോൾ രോഗാണുക്കൾ പ്രവേശിക്കുന്നു. Gastrointestinal tract. When person eats food or drinks, harmful germs get in. അതുപോലെ ദഹന വ്യവസ്ഥയിലൂടെയും ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ അണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി സസെപ്റ്റബിൾ ഹോസ്റ്റ്. The pathogens must enter a susceptible host or a person. രോഗാണുക്കൾക്ക് വളരാൻ എല്ലാ രീതിയിലും സാധ്യതയുള്ള ഒരു ഹോസ്റ്റ്, ഒരു അണുബാധ ഉണ്ടാകുവാൻ തീർച്ചയായും ആവശ്യമാണ്. Some of the reasons why a person's body cannot fight off an infection include age, poor nutrition, stress, chronic illness, not having proper vaccinations, open cuts or skin breakdown, etc. അതായത് പ്രായം, മോശമായ പോഷകാഹാരം, സമ്മർദ്ദം, വിട്ടുമാറാത്ത രോഗം, ശരിയായ കുത്തിവയ്പ്പുകൾ ഇല്ലാത്തത്, മുറിവുകൾ തുടങ്ങിയവ ഉണ്ടാവുന്നത് മൂലം ഒരു വ്യക്തിയുടെ ശരീരത്തിന് അണുബാധയെ ചെറുക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെയുള്ള ശരീരത്തിൽ രോഗാണുക്കൾ എളുപ്പത്തിൽ പ്രവേശിക്കുകയും പെരുകുകയും കാരണമാകുന്നു. നമ്മൾ ഇതുവരെ ഒരു രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ എങ്ങനെ പടരുന്നുവെന്നും കണ്ടു. അടുത്തതായി പ്രിവെൻഷൻ അഥവാ പ്രതിരോധം. ഒരു രോഗത്തെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. The management of those factors that could lead to disease so as to prevent the occurrence of disease. രോഗം വരുന്നത് തടയുന്നതിനായി രോഗത്തിലേക്ക് നയിച്ചേക്കാവുന്ന വിവിധ ഫാക്ടറുകളെ മാനേജ് ചെയ്യുന്ന രീതിയാണ് ഇത്. Goal: to maintain optimum health by preventing diseases. അതിന്റെ ലക്ഷ്യം രോഗം തടയുന്നതിലൂടെ മികച്ച ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിങ്ങൾ ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടാകുമല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് രോഗശമനത്തെക്കാൾ നല്ലത് പ്രതിരോധമാണ്. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ഇനി പ്രിവെൻഷന്റെ വിവിധ ലെവലുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രൈമോർഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, secondary prevention and tertiary prevention. The first one is primordial prevention. It is the prevention of emergence of risk factors in population in which they had not yet appeared. ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു രോഗമുണ്ടാക്കാൻ ഉതകുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യതാ ഘടകങ്ങൾ ഉയർന്നു വരുന്നത് തടയുക എന്നതാണ് പ്രൈമോർഡിയൽ പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർവെൻഷൻസ്, ഇൻഡിവിജ്വൽ ആൻഡ് മാസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇതിനുവേണ്ടി കൈക്കൊള്ളുന്ന മാർഗങ്ങൾ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം. ആരോഗ്യത്തെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ അറിവുകൾ ഒരു വ്യക്തിക്കോ അതോ കൂട്ടായോ നൽകുക. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഈസ് പ്രൈമറി പ്രിവെൻഷൻ. Primary prevention can be defined as action taken prior to the onset of disease, which removes the possibility that a disease will ever occur. ഒരു രോഗം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ആ രോഗം വരാതിരിക്കുന്നതിന് സ്വീകരിക്കുന്ന നടപടികളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു രോഗം എപ്പോഴെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത നീക്കം ചെയ്യുന്നു. മെയിൻ സ്ട്രാറ്റജി, പോപ്പുലേഷൻ സ്ട്രാറ്റജി ആൻഡ് ഹൈ റിസ്ക് സ്ട്രാറ്റജി. അതിനുവേണ്ടി അവലംബിക്കുന്ന രീതികളാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും. പോപ്പുലേഷൻ സ്ട്രാറ്റജി, ഇവിടെ നമ്മൾ പ്രൈമറി പ്രിവെൻഷനു വേണ്ടി നടപ്പിലാക്കുന്ന ആക്ഷൻ പ്ലാൻ എന്താണോ അത് മുഴുവൻ ആളുകളെയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്നു.
ഹൈ റിസ്ക് സ്ട്രാറ്റജി. എന്നാൽ ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ പ്രിവെന്റീവ് കെയർ നാം നൽകുന്നത് ഒരു പ്രത്യേക രോഗങ്ങൾ ഉണ്ടാവുന്നതിന് ചാൻസ് അഥവാ റിസ്ക് ഉള്ള ആളുകളെ എയിം ചെയ്തുകൊണ്ടാണ്. ദ ഇന്റർവെൻഷൻസ് ഫോർ പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷനു വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ജനറൽ ഹെൽത്ത് പ്രൊമോഷൻ ഇൻക്ലൂഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, environmental modification, nutritional interventions, lifestyle and behavioral changes. Health education, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. Environmental modifications, പരിസ്ഥിതിയിലുള്ള നല്ല മാറ്റങ്ങൾ. It includes safe water supply, നല്ല വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. Good sanitation measures, ശുചിത്വ പരിപാലന മാർഗങ്ങൾ. Safe disposal of human excreta and other waste, മനുഷ്യ വിസർജ്യം അതുപോലെ മറ്റ് വേസ്റ്റുകൾ എന്നിവ വളരെ സുരക്ഷിതമായി നീക്കം ചെയ്യുക മുതലായവയാണ് പ്രവർത്തനങ്ങൾ. ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻസ്, സപ്ലൈ ഓഫ് ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം ഉറപ്പുവരുത്തുക. ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്, ജീവിത രീതിയിലും അതുപോലെ സ്വഭാവത്തിലും വരുത്തുന്ന നല്ല മാറ്റങ്ങൾ. സെസേഷൻ ഓഫ് സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഗുഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, നല്ലപോലെ വ്യായാമം ചെയ്യുക. ഗുഡ് സ്ലീപ്പ്, നല്ലവണ്ണം ഉറങ്ങുക. റിഡക്ഷൻ ഓഫ് സ്ട്രെസ് ലെവൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക മുതലായവയാണ് പ്രവർത്തനങ്ങൾ. അടുത്തതായി സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, പ്രത്യേക പ്രതിരോധ മാർഗങ്ങൾ. ഇമ്മ്യൂണൈസേഷൻ ആൻഡ് കീമോ പ്രൊഫൈലാക്സിസ്. ഇമ്മ്യൂണൈസേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, മെയിനായിട്ടും പകർച്ചവ്യാധികൾക്കെതിരെ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ, BCG, DPT, MMR വാക്സിൻ എക്സെട്ര. കീമോ പ്രൊഫൈലാക്സിസ്, ചില പ്രത്യേക അസുഖങ്ങൾക്കെതിരെ നൽകുന്ന മരുന്നുകൾ. ടെട്രാസൈക്ലിൻ ഫോർ കോളറ, കോളറയ്ക്കെതിരെ നൽകുന്ന ടെട്രാസൈക്ലിൻ. ഡാപ്സോൺ ഫോർ ലെപ്രസി, ലെപ്രസിക്ക് ഡാപ്സോൺ. ക്ലോറോക്വിൻ ഫോർ മലേറിയ, മലേറിയയ്ക്ക് ക്ലോറോക്വിൻ. യൂസ് ഓഫ് സ്പെസിഫിക് ന്യൂട്രിയൻസ്, വൈറ്റമിൻ എ ഫോർ ചിൽഡ്രൻ, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഫോർ പ്രഗ്നന്റ് മദേഴ്സ്. പ്രത്യേക പോഷകങ്ങളുടെ ഉപയോഗം, കണ്ണിന്റെ ആരോഗ്യത്തിനു വേണ്ടി കുട്ടികൾക്ക് വൈറ്റമിനെ നൽകുക. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനു വേണ്ടി ഗർഭിണികളായ അമ്മമാർക്ക് ഗർഭാവസ്ഥയിൽ അയണും ഫോളിക് ആസിഡും നൽകുക. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആക്സിഡന്റ്സ്, യൂസ് ഓഫ് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എക്സെട്ര. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിച്ച് ആക്സിഡന്റിൽ നിന്നും സംരക്ഷണം നേടുക. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഒക്യുപേഷണൽ ഹസാർഡ്സ്, തൊഴിൽ സ്ഥലത്തെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. അവോയ്ഡൻസ് ഓഫ് അലർജൻസ്, അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കുക. പ്രൊട്ടക്ഷൻ ഫ്രം എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിൽ നിന്നുള്ള സംരക്ഷണം. അടുത്തതായി സെക്കൻഡറി പ്രിവെൻഷൻ. ദ ആക്ഷൻ വിച്ച് ഹാൾസ് ദ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് അറ്റ് ഇറ്റ്സ് ഇൻസിപ്പിയന്റ് സ്റ്റേജ് ആൻഡ് കോംപ്ലിക്കേഷൻസ്. ഒരു അസുഖത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അസുഖം കണ്ടുപിടിച്ച് ഭേദമാക്കുന്ന പ്രക്രിയയാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ ഉൾപ്പെടുന്നത്. സെക്കൻഡറി പ്രിവെൻഷനിലൂടെ രോഗം മൂർച്ഛിക്കുന്നതും സങ്കീർണതകൾ ഉണ്ടാകുന്നതും തടയുവാൻ സാധിക്കുന്നു. ഇന്റർവെൻഷൻസ്, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്. ഇനി സെക്കൻഡറി പ്രിവെൻഷനു വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങൾ. ഒന്നാമത്തത് ഏർലി ഡിറ്റക്ഷൻ, അസുഖങ്ങൾ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുക. പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്, ഉചിതമായ ചികിത്സാ രീതിയിലൂടെ അസുഖം ഭേദമാക്കുക. Next level of prevention is tertiary prevention. All measures available to reduce or limit impairment and disabilities, minimize suffering caused by existing departures from good health, and to promote the patient adjustment to irremediable conditions. ഒരു അസുഖം മൂലം ഉണ്ടായേക്കാവുന്ന വൈകല്യങ്ങൾ കുറയ്ക്കുന്നതിനോ പരിമിതപ്പെടുത്തുന്നതിനോ വേണ്ടിയും അതുപോലെ നിലവിലുള്ള അസുഖം മൂലം ഇപ്പോഴുള്ള ആരോഗ്യത്തിന് സംഭവിക്കുന്ന പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയും കൂടാതെ ചില മാറ്റാൻ പറ്റാത്ത വൈകല്യങ്ങളോട് പൊരുത്തപ്പെടുവാനും വേണ്ടി രോഗിയെ സഹായിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ദ മെയിൻ ഇന്റർവെൻഷൻസ് ഇൻക്ലൂഡ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഡിസബിലിറ്റി ലിമിറ്റേഷൻ, റെഡ്യൂസ് കോംപ്ലിക്കേഷൻസ് ഓർ ഡിസബിലിറ്റി, വൈകല്യം കുറയ്ക്കുന്നതിനും പരിമിതപ്പെടുത്തുന്നതിനും ഉള്ള പ്രവർത്തനങ്ങൾ. റീഹാബിലിറ്റേഷൻ, rehabilitation is the combined and coordinated use of medical, social, educational and vocational measures for training and retraining the individual to the highest possible level of functional ability. Rehabilitation എന്നത് മെഡിക്കൽ, സാമൂഹിക, വിദ്യാഭ്യാസ, തൊഴിലധിഷ്ഠിത നടപടികളുടെ സംയോജിതവും ഏകോപിതവുമായ ഉപയോഗം. അതായത് ഒരു വ്യക്തിക്ക് അസുഖശേഷം ഉണ്ടായേക്കാവുന്ന പ്രയാസം മൂലം
അദ്ദേഹം അസുഖത്തിന് മുമ്പ് ജീവിച്ചിരുന്നത് പോലെയും ചെയ്തിരുന്നത് പോലെയുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നേക്കാം. ആ അവസരത്തിൽ റീഹാബിലിറ്റേഷന്റെ നടപടിക്രമങ്ങളിലൂടെ അദ്ദേഹത്തെ എല്ലാ രീതിയിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നടത്തുന്ന സംയോജിത പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അവസാനമായി ആരോഗ്യത്തിനായി ഒരു നല്ല വ്യായാമശീലം നിലനിർത്തുന്നതിനുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ടിപ്സ് ഫോർ മെയിൻറ്റെയിനിങ് എ സക്സസ്ഫുൾ റുട്ടീൻ എക്സസൈസ് ഫോർ ഗുഡ് ഹെൽത്ത്. ബിഗിൻ വിത്ത് എ വിസിറ്റ് യുവർ ഫിസീഷ്യൻ. വ്യായാമം ആരംഭിക്കുന്നതിന് മുൻപായി ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾ തേടുക. മേക്ക് ഗുഡ് ഹെൽത്ത് ആസ് യുവർ ഗോൾ. നല്ല ആരോഗ്യത്തെ നിങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റുക. സ്റ്റാർട്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി ടു ബിൽഡ് യുവർ ഫിറ്റ്നസ്. നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സാവധാനത്തിലും ക്രമേണയും ആരംഭിക്കുക. ഈറ്റ് ഫോർ ബാലൻസ്ഡ് എനർജി. സമീകൃത ഊർജ്ജത്തിനായി കഴിക്കുക. കീപ് എ റിട്ടൺ ലോഗ് ഓഫ് യുവർ എക്സസൈസ് ഷെഡ്യൂൾ ആൻഡ് സെറ്റ് ഗോൾസ്. വ്യായാമത്തിന്റെ ഷെഡ്യൂളുകൾ തയ്യാറാക്കി സൂക്ഷിക്കുക. അതുപോലെ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. എക്സസൈസ് ഈച്ച് ഡേ. ദിവസവും എക്സസൈസ് ചെയ്യുക. എക്സസൈസ് വിത്ത് എ ഫ്രണ്ട് വെനെവർ പോസിബിൾ. സൗകര്യപ്രദമെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ എക്സസൈസ് ചെയ്യുക. ചേഞ്ച് യുവർ റൂട്ട് ഇഫ് യു വാക്ക് ഓർ റൺ. നിങ്ങൾ നടക്കുകയോ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടെ റൂട്ട് ചേഞ്ച് ചെയ്യുക. വാം അപ്പ്, വർക്ക്ഔട്ട് ആൻഡ് കൂൾ ഡൗൺ വിത്ത് ഈച്ച് എക്സസൈസ് സെഷൻ. ഓരോ വ്യായാമ സെഷനിലും വാം അപ്പ്, വർക്ക്ഔട്ട്, കൂൾ ഡൗൺ എന്ന രീതിയിൽ ചെയ്യുക. ഇൻക്ലൂഡ് മ്യൂസിക് ഇൻ യുവർ റുട്ടീൻ. നല്ല പാട്ടുകൾ എക്സസൈസ് സെഷനിൽ ഉൾപ്പെടുത്തുക. കൺസിഡർ സേഫ്റ്റി. സുരക്ഷ ഉറപ്പുവരുത്തുക. കീപ് ചേഞ്ചിങ് യുവർ എക്സസൈസ്. നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ശരീരത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഇടയ്ക്കിടെ മാറ്റുക. ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി ഫോർ യുവർ ആക്ടിവിറ്റി. നിങ്ങളുടെ വർക്കൗട്ട് സെഷന് ഇണങ്ങുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക. ഫോക്കസ് ഓൺ എ പ്ലസന്റ് മെമ്മറി, തോട്ട് ഓർ ആക്ടിവിറ്റി വെൻ യു വർക്ക്ഔട്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല ഓർമ്മകളും ചിന്തകളും പ്രവർത്തനങ്ങളും കൊണ്ടുവരിക. ഹാവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഫോർ വെദർ. കാലാവസ്ഥ എപ്പോഴും നല്ല രീതിയിൽ ഫേസ് ചെയ്യുക. ഗെറ്റ് പ്ലെന്റി ഓഫ് സ്ലീപ്പ്. നല്ല പോലെ ഉറങ്ങുക. ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 2 liters ഓഫ് വാട്ടർ പെർ ഡേ. ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ലിസൺ ടു യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. ഫോർ ആഡഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് സോഷ്യബിലിറ്റി ടേക്ക് എ ഡാൻസ് ക്ലാസ്. പറ്റുമെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ് കൂടി ഉൾപ്പെടുത്തുക. ഡോണ്ട് ലെറ്റ് കം എനിത്തിങ് കം ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫിറ്റ്നസ് റുട്ടീൻ. നമ്മുടെ വ്യായാമ ദിനചര്യക്കിടയിൽ മറ്റ് ഭംഗങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക. ഈറ്റ് എ ഹെൽത്തി ലോ ഫാറ്റ് ഡയറ്റ്. ആരോഗ്യകരമായ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. റിവാർഡ് യുവർ സെൽഫ്. വ്യായാമത്തിന്റെ പുരോഗതിയിൽ സ്വയം അഭിനന്ദിക്കുക. പ്രിയമുള്ള കുട്ടികളെ, ഈ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് നോക്കാം. ആദ്യമായി കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് ഡിസീസ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് ടിപ്സ് ഫോർ ഗുഡ് എക്സസൈസ് റുട്ടീൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇതിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. ഇനി ചെറിയൊരു അസൈൻമെന്റ് തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹെൽത്ത്. ഹെൽത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. WHO ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. 2, വാട്ട് ആർ ദ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഹെൽത്ത്. ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് എഴുതി അസൈൻമെന്റ് എല്ലാം എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. താങ്ക് യു.